students, welcome back to my class. So in this class we are going to discuss about the restriction endonuclease. We are going to discuss this enzyme in detail. Okay, so in the last class we have discussed the tools used in recombinant DNA technology, which are the enzymes used in recombinant DNA technology such as exonuclease, endonuclease, DNA ligase, അതുപോലെ തന്നെ DNA polymerase and also reverse transcriptase. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു DNA അല്ല റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ത് ചെയ്യാനുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ് എന്താണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്നുള്ളത്. ഈ ടേം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്നുള്ള ടേം കോയിൻ ചെയ്തത് ലീഡർബർഗ് ആൻഡ് മീസൽസൺ ആണ് ഇൻ 1964 to describe the nuclease enzymes that destroy or restrict any foreign DNA entering the host cell. ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് എൻ്റർ ചെയ്യുന്ന ഡി എൻ എനെ ഡിസ്ട്രോയ് ചെയ്യാൻ അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യാൻ, ആ ഫോറിൻ ഡി എൻ എനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള എൻസൈംസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പേരാണ് ഈ ന്യൂക്ലിയസ് എൻസൈം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു സെല്ലിലേക്ക് എൻ്റർ ചെയ്യുന്ന ഫോറിൻ ഡി എൻ എനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുന്ന എൻസൈംസ് ആണ് എന്ത്, ന്യൂക്ലിയേസ് എൻസൈംസ്. ദേ സെർവ് ആസ് മോളിക്യുലർ സിസേഴ്സ് ഫോർ കട്ടിംഗ് ഡൗൺ ദ ഡി എൻ എ ഇൻ ടു ഡിസ്ക്രീറ്റ് റീപ്രൊഡ്യൂസ്ഡ് ഫ്രാഗ്മെൻറ്റ്സ്. അപ്പോൾ ഒരു ഫോറിൻ ഡി എൻ എനെ ഇവരെന്ത് ചെയ്യുന്നു, ഇവർ മോളിക്യുലർ സിസേഴ്സായിട്ട് ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഡി എൻ എനെ കട്ട് ചെയ്യുന്നു, ഇൻറ്റു ഡിസ്ക്രീറ്റ് ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് കട്ട് ചെയ്യുന്നു. അതുകൂടാതെ അവർ ഡി എൻ എനെ കട്ട് ചെയ്യുന്നത് ഡിഫൈൻഡ് സൈറ്റ്സിലാണ്. ആൻഡ് ചില ഡിഫൈൻഡ് ആയുള്ള സൈറ്റ് ഉണ്ട്, അവിടെയാണ് ഡി എൻ എനെ കട്ട് ചെയ്യുന്നത്. ആൻഡ് ദേ ആർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് ആണ് ഫോർ മാനിപ്പുലേഷൻ ഓഫ് ഡി എൻ എ. പിന്നെ ഈ എൻസൈംസ് ബാക്ടീരിയൽ സെൽസിലാണ് കാണുന്നത്, വേർ ദേ ഫങ്ഷൻ ആസ് എ പാർട്ട് ഓഫ് പ്രൊട്ടക്റ്റീവ് മെക്കാനിസം കോൾഡ് റെസ്ട്രിക്ഷൻ മോഡിഫിക്കേഷൻ സിസ്റ്റം. ഓക്കെ, കൂടുതലായിട്ടും ബാക്ടീരിയൽ സെൽസിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്, അവർ എന്തിൻ്റെ കൂടെ എന്തായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ബാക്ടീരിയ സെല്ലിൽ കാണിക്കുന്നത്. ആ മെക്കാനിസം നമുക്ക് എന്ത് പറയാം, റെസ്ട്രിക്ഷൻ മോഡിഫിക്കേഷൻ സിസ്റ്റം എന്ന് പറയാം. സോ എന്താണ് റെസ്ട്രിക്ഷൻ മോഡിഫിക്കേഷൻ സിസ്റ്റം? ഇൻ ദിസ് സിസ്റ്റം റെസ്ട്രിക്ഷൻ എൻസൈം ഹൈഡ്രോളൈസസ് എനി എക്സോജീനസ് അല്ലെങ്കിൽ ഫോറിൻ ഡി എൻ എ ദാറ്റ് അപ്പിയേഴ്സ് ഇൻ ദ സെൽ. നമ്മളൊരു സെല്ല് ആ സെല്ലിലേക്ക് ഒരു ഡി എൻ എ, ഫോർ എക്സാമ്പിൾ ഒരു വൈറൽ ഡി എൻ എ, അതായത് ഫോറിൻ ഡി എൻ എ ആണല്ലേ, ആ വൈറൽ ഡി എൻ എ എൻ്റർ ചെയ്യുമ്പോൾ ഈ എൻസൈം എന്ത് ചെയ്യുന്നു, ഈ റെസ്ട്രിക്ഷൻ എൻസൈം എന്ത് ചെയ്യുന്നു, അതിനെ ഹൈഡ്രോളൈസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഈ സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ആ ഹോസ്റ്റ് സെല്ലിനെ ഈ എൻസൈം ഒരു വൈറൽ ഡി എൻ എയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിനെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഡിസ്ട്രോയ് ചെയ്യുകയാണ് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്, ഒരു ഫോറിൻ ഡി എൻ എനെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുകയാണ് എന്തെന്ന്, ഈ ഡി എൻ എനെ അറ്റാക്ക് ചെയ്യുന്നതെന്ന്. ഓക്കെ, ദ സെൽസ് ഓൺ ഡി എൻ എ ഇസ് പ്രൊട്ടക്റ്റഡ്. അപ്പോൾ ആ സെല്ലിൻ്റെ ഓൺ ഡി എൻ എ പ്രൊട്ടക്റ്റ് ആവും ആൻഡ് ഫ്രം ദ ആക്ഷൻ ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈം ബൈ ദ മോഡിഫിക്കേഷൻ എൻസൈം ഓഫ് ദ സിസ്റ്റം. പക്ഷേ ആ സെല്ലിൻ്റെ ഓൺ ഡി എൻ എ ഉണ്ടല്ലോ, അപ്പോൾ ഒരു ഹോസ്റ്റലിലാണ് വേറൊരു ഡി എൻ എ, ഒരു വൈറൽ ഡി എൻ എ വന്നിട്ട് അതിനെ നശിപ്പിക്കാൻ നോക്കുമ്പോഴാണ് ഈ റെസ്ട്രിക്ഷൻ എൻസൈം എന്ത് ചെയ്യുന്നത്, വൈറൽ ഡി എൻ എക്കെതിരെ ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ സെല്ലിൻ്റെ ഓൺ ഡി എൻ എ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, റെസ്ട്രിക്ഷൻ എൻസൈമിന് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ബൈ ദ മോഡിഫിക്കേഷൻ എൻസൈം ഓഫ് സിസ്റ്റം. അവിടെ ഒരു മോഡിഫിക്കേഷൻ എൻസൈം മെത്തിലേസ് കാണുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അവിടെയുള്ള ഡി എൻ എ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നതും ഫോറിൻ ഡി എൻ എ നശിച്ചു പോകുന്നതും. ഓക്കെ, അപ്പോൾ ആ മെഥിലേസ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, മെഥിലേസ് എന്ത് ചെയ്യുന്നു, ഹോസ്റ്റ് ഡി എൻ എനെ മെഥിലേഷൻ വഴി പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ റെസ്ട്രിക്ഷൻ എൻസൈം അവിടെയുള്ള ഹോസ്റ്റ് ഡി എൻ എനെ നശിപ്പിക്കാതെ എന്താണ് വൈറൽ ഡി എൻ എ അല്ലെങ്കിൽ ഫോറിൻ ഡി എൻ എനെ നശിപ്പിക്കുന്നത്. ഓക്കെ, സോ ദ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് ആണ് ദാറ്റ് റെക്കഗ്നൈസ് സ്പെസിഫിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഇൻ ഡി എൻ എ, ഓഫൺ 4 or 6 ബേസ് പെയർസ് ലോങ് ആൻഡ് കട്ട് ബോത്ത് സ്ട്രാൻഡ്സ് ഓഫ് ഡി എൻ എ വിത്തിൻ ദ റെക്കഗ്നേഷൻ സൈറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ റെസ്ട്രിക്ഷൻ എൻസൈംസ് എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് ആണ്, അവരെന്താ ചെയ്യുന്നത്, സ്പെസിഫിക് ആയുള്ള ന്യൂക്ലിയോടൈഡ് സീക്വൻസിനെയാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നതും. അപ്പോൾ ഒരു 4 to 6 ബേസ് പെയർസ് ലോങ് ആയിരിക്കും അങ്ങനത്തെ സീക്വൻസുകൾ. ആൻഡ് അവർ എന്ത് ചെയ്യുന്നു, 2 സ്റ്റാൻഡിലും ആ ഭാഗം കട്ട് ചെയ്യുന്നുണ്ട്. 2 സ്റ്റാൻഡ് ഉണ്ടാവുമല്ലോ ഡി എൻ എ, അവിടെ 2 സ്റ്റാൻഡിലും ഈ സ്പെസിഫിക് ആയുള്ള സീക്വൻസിനെ കട്ട് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് എൻഡോന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു, ഫൗണ്ട് ഇൻ ഡിഫറെൻറ്റ് ഓർഗാനിസം റെക്കഗ്നൈസ് ഡിഫറെൻറ്റ് ന്യൂക്ലിയോടൈഡ് സീക്വൻസസ്. ഓരോ ഓർഗാനിസിൽ കാണുന്ന ന്യൂക്ലിയസ് എന്താണ് ചെയ്യുന്നത്, ഡിഫറെൻ്റ് ആയുള്ള ന്യൂക്ലിയോടൈഡ് സീക്വൻസിനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും. ഓക്കെ, സോ ഇവരെ കട്ടിങ് എന്താണ്, ഡിഫറെൻ്റ് ആണ്. എന്താണ്, ചിലപ്പോൾ 2 രീതിയിൽ അവർ കട്ട് ചെയ്യാറുണ്ട്. സംടൈംസ് എന്ത് ചെയ്യുന്നു, റെസ്ട്രിക്ഷൻ എൻസൈംസ് ക്ലീവ്സ് ബോത്ത് ദ ഡി എൻ എ സ്ട്രാൻഡ്സ് അറ്റ് പ്രിസൈസ്ലി ഓപ്പോസിറ്റ് പോയിൻറ്റ്സ് ഓൺ ദ 2 സ്ട്രാൻഡ്സ് ഈൽഡിങ് ബ്ലണ്ട് എൻഡഡ് ഫ്രാഗ്മെൻറ്റ്സ്. അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് പിക്ചർ നോക്കി മനസ്സിലാവും. അപ്പോൾ ഇവിടെ എന്ത് കാണുന്നുണ്ട്, ഇവിടെ ഹിയർ യു ക്യാൻ സി ഇതൊരു ക്ലീവേജ് സൈറ്റാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു കട്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞില്ല, നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ GGCC 5' to 3' GGCC 3' to 5' CCGG അല്ലേ,
ഇവിടെ ക്ലീവേജ് സൈറ്റ് സെൻറ്ററിൽ കട്ട് ചെയ്തപ്പോൾ എന്തുണ്ടായി? ഇവിടെ കട്ട് ചെയ്യുന്ന എൻസൈം HAE3 ആണ്. ഇത് കട്ട് ചെയ്തപ്പോൾ എന്തുണ്ടായി? 2 എൻഡ് ഉണ്ടായി. ബ്ലണ്ട് എൻഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഈക്വൽ ആയിട്ടാണ് കട്ട് ചെയ്തത്. ബ്ലണ്ട് എൻഡ് പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അത് പ്രിസൈസ്ലി ഓപ്പോസിറ്റ് ആയുള്ള സ്ഥലങ്ങളിലാണ് കട്ട് ചെയ്തത്. അപ്പോൾ എന്തുണ്ടായി? ബ്ലണ്ട് എൻഡ് ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടായി. പക്ഷേ ചില കേസിൽ 2 DNA സ്റ്റാൻഡ്സ് ആർ നോട്ട് കട്ട് ഡയറക്ട്ലി ഓപ്പോസിറ്റ് ഈച്ച് അതർ. അപ്പോൾ ഇവിടുത്തെ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കൂ. ഇവിടെ GAATTC അതുപോലെ CTTAAG അതിൻ്റെ അവിടെ ഇക്കോ R1 അതിന് കട്ട് ചെയ്തപ്പോൾ എന്തുണ്ടായി? ഇവിടെ സ്റ്റിക്കി എൻഡാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, സ്റ്റിക്കി എൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്തു. ഇവിടെ 5' to 3' G CTTAA ഉണ്ടായി. ഇവിടെ എന്തുണ്ടായി? 5' to 3' AATTC 3' to 5' G. അങ്ങനെ സ്റ്റിക്കി എൻഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഇവിടെ കട്ടിങ് ഈക്വൽ അല്ല. അപ്പോൾ സ്റ്റിക്കി എൻഡ്സ് ആണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്റ്റ്ലി ഓപ്പോസിറ്റ് ആയുള്ള ഭാഗമല്ല കട്ട് ചെയ്തത്. അപ്പോൾ അവിടെ സ്റ്റിക്കി എൻഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. അവിടെ സ്റ്റാഗേർഡ് കട്ട്സ് ആണ് ഉണ്ടായത്. അവിടെ സ്റ്റാഗേർഡായി കട്ട്, അതുപോലെ തന്നെ കൊഹീസീവ് എൻഡ്സ് അല്ലെങ്കിൽ സ്റ്റിക്കി എൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതാണ് 2 തരത്തിലുള്ള കട്ടിങ്. ഒന്നുകിൽ ബ്ലണ്ട് എൻഡ് പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റിക്കി എൻഡ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഇനി എപ്പോഴും ഈ റെസ്ട്രിക്ഷൻ എൻസൈം റെക്കഗ്നൈസ് ചെയ്യുന്നത് പാലിൻഡ്രോംസിനെയാണ്. പാലിൻഡ്രോം സീക്വൻസിനെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. സോ എന്താണ് പാലിൻഡ്രോം? ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മലയാളം എന്നുള്ള വേർഡ് ഇംഗ്ലീഷിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് തിരിച്ചു വായിച്ചാലും എന്താണ്? മലയാളം എന്നാണ് അല്ലേ? MALAYALAM. അതെന്താണ്? തിരിച്ചു വായിച്ചാലും മലയാളം, ഇങ്ങോട്ട് വായിച്ചാലും മലയാളം. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ GAATTC തിരിച്ചു വായിച്ചാൽ ഇവിടെ നിങ്ങളുടെ എഴുതുമ്പോൾ എന്താണ്? GAATTC. അതെന്താണ്? അത് പാലിൻഡ്രോമിക് സീക്വൻസ് ആണ്. ഈ പാലിൻഡ്രോമിക് സീക്വൻസിനെയാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനത്തെ പാലിൻഡ്രോമിക് സീക്വൻസുകളെയാണ് ഈ റെസ്ട്രിക്ഷൻ എൻസൈം എൻഡോന്യൂക്ലിയസ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, അത് എപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഇങ്ങനത്തെ പാലിൻഡ്രോമിക് സീക്വൻസുകളെയാണ് അവിടെയാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് ഈ റെസ്ട്രിക്ഷൻ മോഡിഫിക്കേഷൻ എൻസൈംസിനെ നമുക്ക് 2 ക്ലാസ്സായിട്ട് ഡിവൈഡ് ചെയ്യാം. ക്ലാസ് 1 ഉണ്ട്, അതുപോലെ തന്നെ ക്ലാസ് 2 ഉണ്ട്. ക്ലാസ് 1 എന്ന് പറയുമ്പോൾ അവിടെ ടൈപ്പ് 2 എൻസൈംസ് ആണ് വരുന്നത്. ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ റെസ്ട്രിക്ഷനും മോഡിഫിക്കേഷനും പെർഫോം ചെയ്യുന്നത് ഡിഫറെൻറ്റ് എൻസൈംസ് ആണ്. റെസ്ട്രിക്ഷൻ ചെയ്യുന്നതും അതുപോലെ തന്നെ മോഡിഫിക്കേഷൻ ചെയ്യുന്നതും എന്താണ്? ഡിഫറെൻ്റ് ആയുള്ള ആരാണ്? എന്താണ് റെസ്ട്രിക്ഷൻ നിങ്ങൾക്ക് അറിയാം? ഫോറിൻ DNA ഡിസ്ട്രോയ് ചെയ്യുന്നത്. എന്താണ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്? ആ ഹോസ്റ്റ് DNA അവിടെയുള്ള DNA പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. മെഥിലേസ് എൻസൈം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ഹോസ്റ്റ് DNA പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, എന്നിട്ടാണ് മറ്റേനെ നശിപ്പിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് 1 കൺസിസ്റ്റ് ഓഫ് എന്താണ്? ടൈപ്പ് 2 എൻസൈംസ് ഉണ്ട്. റെസ്ട്രിക്ഷൻ മോഡിഫിക്കേഷൻ എന്ത് ചെയ്യുന്നു? ഡിഫറെൻ്റ് ആയുള്ള എൻസൈംസ് ആണ് പെർഫോം ചെയ്യുന്നത്. ബോത്ത് ദീസ് എൻസൈംസ് ബൈൻഡ് ടു സെയിം ടാർഗറ്റ് സൈറ്റ്. 2 എൻസൈം ബൈൻഡ് ചെയ്യുന്നത് സെയിം ടാർഗറ്റ് സൈറ്റിലാണ്. ഇനി ക്ലാസ് 2 എൻസൈംസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ടൈപ്പ് 1 and type 2 enzymes present ആണ്. restriction and modification activities are performed by different subunit of same enzyme. അവിടെ സെയിം എൻസൈമിൻ്റെ ഡിഫറെൻറ്റ് സബ്യൂണിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? സെയിം എൻസൈമിൻ്റെ ഡിഫറെൻറ്റ് സബ്യൂണിറ്റ് ആണ് റെസ്ട്രിക്ഷൻ മോഡിഫിക്കേഷൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ടൈപ്പ് 1 എൻസൈംസ് എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ആയുള്ള എൻഡോന്യൂക്ലിയസ് ആണ്. ആൻഡ് ഹാവ് റെക്കഗ്നീഷൻ സീക്വൻസ് ഓഫ് അബൌട്ട് 15 ബേസ് പെയർസ്. അവർക്ക് 15 ബേസ് പെയർസ് വരെ റെക്കഗ്നീഷൻ സീക്വൻസ് ഉണ്ടാവാറുണ്ട്. ആൻഡ് അവർ DNA ക്ലീവ് ചെയ്യുന്നത് അബൌട്ട് 1000 ബേസ് പെയർസ് എവേ ആണ്. 5' നിന്ന് 1000 ബേസ് പെയർസ് എവേ ആണ് അവർ DNA കട്ട് ചെയ്യുന്നതൊക്കെ. അവർ കോംപ്ലക്സ് ആയുള്ള എൻസൈംസ് ആണ് ഈ ടൈപ്പ് 1 എൻസൈംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 2 തരത്തിലുള്ള എൻസൈംസ് ഇത് മനസ്സിലാക്കി വയ്ക്കുക. ക്ലാസ് 1 ഉണ്ട്, അവിടെ ടൈപ്പ് 2 എൻസൈംസ് ആണ് വരുന്നത്. റെസ്ട്രിക്ഷൻ മോഡിഫിക്കേഷൻ പെർഫോം ചെയ്യുന്ന ഡിഫറെൻറ്റ് എൻസൈംസ് ആണ്. ക്ലാസ് 2 കാര്യം പറയുകയാണെങ്കിൽ എന്താണ്? ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എൻസൈംസ് പ്രസൻ്റ് ആണ്. റെസ്ട്രിക്ഷൻ മോഡിഫിക്കേഷൻ പെർഫോം ചെയ്യുന്നത് ഡിഫറെൻറ്റ് സബ് യൂണിറ്റ്സ് ഓഫ് സെയിം എൻസൈമിൻ്റെ ഡിഫറെൻറ്റ് സബ് യൂണിറ്റ്സ് ആണ്. ഓക്കെ, ഇനി പറയാനുള്ളത് നോമൻക്ലേച്ചർ. എങ്ങനെയാണ് ഇവർക്ക് പേര് കൊടുക്കുന്നത് ഈ എൻസൈമിന്? ഇപ്പോൾ നമ്മൾ പഠിച്ചു ബാം. അപ്പോൾ നമ്മൾ പറഞ്ഞ കുറച്ച് പേര് കേട്ടിട്ടുണ്ടാവില്ല നിങ്ങൾ. ഇക്കോ R1, ബാം H1, HAE3, അങ്ങനെ കുറച്ച് പേരുകളുണ്ട് അല്ലേ? എങ്ങനെയാണ് ഈ പേര് ഇവർക്ക് എങ്ങനെയാണ് നെയിം ചെയ്യുന്നത് നോക്കാം. സോ ഈച്ച് എൻസൈം ഈസ് നെയിംഡ് ബൈ എ 3-letter കോഡ് ഇൻ ഇറ്റാലിക്സ്. അവർ പേര് എപ്പോഴും എഴുതുന്നത് എങ്ങനെയാണ്? ഒരു 3-letter കോഡ് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് അവർ എഴുതുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ എന്താണ്? ഇക്കോ R1 ഒരു 3-letter കോഡ്. ഇക്കോ ഒരു 3-letter കോഡ് ഉണ്ടായിരിക്കും. ഇറ്റാലിക്സിലാണ് എഴുതുന്നത്. ആ കോഡ് എഴുതുന്നത് ഇറ്റാലിക്സിലാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുകയാണെങ്കിൽ ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ എൻസൈം ഓഫ് ജീനിയസ് ഇൻ വിച്ച് എ ഗിവൺ എൻസൈം ഇസ് ഡിസ്കവേർഡ് ഈസ് റിട്ടൺ ക്യാപിറ്റൽ ലെറ്റർ. ഇവിടെ ഈ എന്നുള്ളത് എന്താണ്? ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതിയുള്ളത് അല്ലേ? അത് എന്തെന്നാണോ ഡിസ്കവർ ചെയ്തെടുത്തുള്ളത് അതിൻ്റെ ജീനസിൻ്റെ ഫസ്റ്റ് ലെറ്ററാണ്. അതായത് ഇത് കിട്ടിയുള്ളത് ഈ എൻസൈം അവിടെ നിന്നാണ്? എസ്ചെറിഷ്യ കോളി അല്ലെങ്കിൽ ഈ കോളി ആ ഇതെന്നാണ്, ബാക്ടീരിയ എന്നാണ്. അതുകൊണ്ട് തന്നെ അത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി. ഈ എന്നുള്ള ഫസ്റ്റ് ലെറ്റർ ഇവിടെ എഴുതി, ക്യാപിറ്റലിൽ എഴുതി.
അടുത്തത് സെക്കൻഡ് ആൻഡ് തേർഡ് ലെറ്റേഴ്സ് ആർ ഫ്രം ദ സ്പീഷീസ് നെയിം. അപ്പോൾ എസ്റ്റെറിഷ്യ കോളി, അപ്പോൾ എന്താണ് കോളെ എന്നുള്ളത് CO, ആ 2 വേർഡ്സാണ് ഇതിലത്തെ 2ഉം 3ഉം ലെറ്റർ എന്ന് പറയുന്നത്. സോ ഇക്കോ അങ്ങനെ വന്നത്. ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ജീനസ് നെയിമാണ്. ജീനസ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്ററാണ് ഇവിടെ ക്യാപിറ്റൽ എഴുതിയിട്ടുള്ളത്. പിന്നെ 2ഉം 3ഉം ലെറ്റർ എന്താണ് കോളെ എന്നുള്ളത് CO, ആ 2 ലെറ്ററാണ് സ്മോൾ ലെറ്ററിൽ എഴുതിയിട്ടുള്ളത്. പിന്നെ ദിസ് ഇസ് ഫോളോഡ് ബൈ ദ സ്ട്രെയിൻ നമ്പർ, ആ സ്ട്രെയിൻ്റെ നമ്പർ എത്രയാണെന്നുള്ളത്. ഒരു പർട്ടിക്കുലർ സ്ട്രെയിൻ തന്നെ മോർ ദാൻ റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉണ്ടെങ്കിൽ റോമൻ ന്യൂമറൽസ് ആയുള്ള 1, 2, 3 അങ്ങനെ കൊടുക്കുമ്പോൾ 1 ഉണ്ടോ, അത് ഒരു സ്ട്രെയിൻ നമ്പറാണ്. പിന്നെ എ ജനറൽ നെയിം എൻഡോന്യൂക്ലിയസ് R മേ ബി ആഡഡ്. ഇവിടെ എൻഡോന്യൂക്ലിയസ് R ജനറൽ നെയിം കൊടുക്കാറുണ്ട്, എൻഡോന്യൂക്ലിയസിന് R എന്നുള്ളത് കൊടുക്കാറുണ്ട്. എക്സാമ്പിൾ ഇക്കോ R1 കണ്ടോ, ഇക്കോ R1 എൻസൈമിസ് ഇപ്പോൾ ഇങ്ങനെ മനസ്സിലാവുന്നത്. ഇക്കോ R1 എന്നുള്ള പറയുമ്പോൾ ഡിറൈവ് ചെയ്തത് എസ്റ്റെറിഷ്യ കോളയിൽ നിന്നാണ്. ക്യാരിയിങ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് പ്ലാസ്മിഡ് R1. ഓക്കെ, അത്രയാണ് നമുക്ക് പേരെന്ന് മനസ്സിലാക്കാം. ഇറ്റ് ഈസ് ഡിസ്കവർഡ് ഫ്രം എസ്റ്റെറിഷ്യ കോളി ആൻഡ് ക്യാരിയിങ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് പ്ലാസ്മിഡ് R1. ഓക്കെ, അത്രയാണ് പേരെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പർട്ടിക്കുലർ എൻസൈം എന്ത് ചെയ്യുന്നത് സ്പെസിഫിക് സീക്വൻസ് ആണ്, DNA സ്പെസിഫിക് സീക്വൻസ് ബേസിനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. മോസ്റ്റ് കോമൺ റെക്കഗ്നിഷൻ സീക്വൻസ് ബീയിങ് 4, 5 അല്ലെങ്കിൽ 6 ബേസ് പെയർസ് ഇൻ ലെങ്ത് ആയിരിക്കും. കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് 4, 6, 5 ഒക്കെ ബേസ് പെയർസ് ഇൻ ലെങ്ത് ഉള്ള സീക്വൻസിനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അത്രയാണ് നോമൻക്ലേച്ചർ പറയാനുള്ളത്. പിന്നെ വാട്ട് യു മീൻ ബൈ മോഡിഫിക്കേഷൻ ഓഫ് കട്ടൻസ്. പിന്നെ പറയാനുള്ളത് നിങ്ങൾ എന്താണ് കുറച്ച് എൻസൈംസിൻ്റെ കോമൺ റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ പേര് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കണം. എക്സാമ്പിളാണ് BAM H1, BGL2, ഇക്കോ R1, HIND 3, HPA1, HPA2, KPN1, PSG1, SAL1. അതിനൊക്കെ റെസ്ട്രിക്ഷൻ സൈറ്റ്, ക്ലീവേജ് സൈറ്റ് ഏതാണെന്നൊക്കെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, നോക്കുക. പിന്നെ മോഡിഫിക്കേഷൻ ഓഫ് കട്ടൻസ്. എന്താണ് മോഡിഫിക്കേഷൻ ഓഫ് കട്ടൻസ് എന്ന് പറഞ്ഞാൽ, അതായത് ദ 3' ends ഓഫ് DNA സ്ട്രാൻഡ് ഓൾവേസ് ക്യാരീസ് എ ഫ്രീ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. നമുക്കറിയാം DNAയുടെ എന്താണ് 3' എൻഡിൽ എപ്പോഴും ഒരു ഫ്രീ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. പക്ഷേ അതിൻ്റെ 5' എൻഡിൽ എന്തുണ്ടായിരിക്കും, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഓഫൺ എൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ റെസ്ട്രിക്ഷൻ എൻസൈംസ് ഹാവ് ടു ബി മോഡിഫൈഡ് ഫോർ ഫർദർ മാനിപ്പുലേഷൻ ഓഫ് ദ ഫ്രാഗ്മെൻറ്റ്സ്. അപ്പോൾ ഇങ്ങനെ റെസ്ട്രിക്ഷൻ എൻസൈംസ് അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടാക്കുന്ന എന്താണ് ഫ്രാഗ്മെൻറ്റ്സ് ആണെങ്കിൽ അതിന് ഫർദർ നമ്മൾ മോഡിഫൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അതിന് കൂടുതലായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ മോഡിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ആണ് ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു റിമൂവൽ ഓഫ് 5' ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഓഫ് വെക്റ്റർ DNA ബൈ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ട്രീറ്റ്മെൻറ്റ്. ആദ്യമായിട്ട് വെക്റ്റർ DNAയുടെ 5' ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്യുക. എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? ബൈ ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് ട്രീറ്റ്മെൻറ്റ് വഴി റിമൂവ് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ അഡീഷൻ ഓഫ് എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ടു എ ഫ്രീ 5' ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ബൈ T4 പോളിന്യൂക്ലിയോട്ടൈഡ് കൈനേസ് എന്ന എൻസൈം വെച്ചിട്ട് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യണം ടു 5' ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിലേക്ക് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യണം. റിമൂവൽ ഓഫ് പ്രൊട്രൂഡിങ് എൻസ് ബൈ ഡൈജഷൻ വിത്ത് S1 ന്യൂക്ലിയസ്. പ്രൊട്രൂഡിങ് എൻസിനെ റിമൂവ് ചെയ്യുക S1 ന്യൂക്ലിയസ് എന്ന് പറഞ്ഞ എൻസൈം വെച്ചിട്ട്. ഈ എൻസൈം എന്ത് ചെയ്യുന്നു? ബോത്ത് 5' ആൻഡ് 3' പ്രൊട്രൂഡിങ് എൻസിനെ റിമൂവ് ചെയ്യുന്നു, ഡൈജസ്റ്റ് ചെയ്ത് കളയുന്നു. പിന്നെ ഫില്ലിംഗ് ഇൻ ഓഫ് ദ പ്രൊട്രൂഡിങ് എൻസ് ബൈ എക്സ്റ്റെൻഡിങ് ദ ഷോർട്ടർ സ്റ്റാൻഡ് വിത്ത് ക്ലെനോ ഫ്രാഗ്മെൻറ്റ് ഓഫ് ഇക്കോളെ DNA പോളിമറൈസ് 1. ആ പ്രൊട്രൂഡിങ് എന്ത് ചെയ്യുക, നമ്മൾ ഫില്ല് ചെയ്യുക. ക്ലെനോ ഫ്രാഗ്മെൻറ്റ് ഓഫ് ഇക്കോളെ DNA പോളിമറൈസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഫില്ല് ചെയ്യണം. പിന്നെ റിമൂവൽ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഫ്രം 5' എൻഡ് ബൈ ലാംഡ എക്സോന്യൂക്ലിയസ് വെച്ചിട്ട് ന്യൂക്ലിയോടൈഡ്സിൻ്റെ 5' എൻഡിലുള്ള ന്യൂക്ലിയോടൈഡിനെ റിമൂവ് ചെയ്യുക. റിമൂവൽ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഫ്രം ദ 3' എൻഡ്സ് യൂസിങ് ഇക്കോളെ എക്സോന്യൂക്ലിയസ് യൂസ് ചെയ്തിട്ട് എന്താണ് ന്യൂക്ലിയോടൈഡ്സിനെ 3' എൻഡിൽ നിന്ന് റിമൂവ് ചെയ്യുക. ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡബിൾ സ്റ്റാൻഡേർഡ് DNAs വിത്ത് എക്സോന്യൂക്ലിയസ് BAL31 വിത്ത് സൈമൾട്ടേനിയസ്ലി ഡൈജസ്റ്റ് ബോത്ത് ദ സ്ട്രാൻഡ്സ് ഫ്രം ദ എൻഡ്സ് ഓഫ് എ DNA മോളിക്യൂൾ. ഡബിൾ സ്റ്റാൻഡേർഡ് DNAനെ എക്സോന്യൂക്ലിയസ് ആയുള്ള BAL31 ഉപയോഗിച്ച് എന്ത് ചെയ്യാം, അതിനെ ബോത്ത് സ്ട്രാൻഡ്സും ഡൈജസ്റ്റ് ചെയ്യുക ഫ്രം ദ എൻഡ്സ് ഓഫ് എ DNA മോളിക്യൂൾ. ഓക്കെ, പിന്നെ സിന്തസിസ് ഓഫ് സ്റ്റാൻഡേർഡ് ടെയിൽസ് അറ്റ് 3' ends ഓഫ് ബ്ലണ്ട് എൻഡഡ് ഫ്രാഗ്മെൻറ്റ്സ്. ഇങ്ങനെ ഉണ്ടാകുന്ന ബ്ലണ്ട് എൻഡഡ് ഫ്രാഗ്മെൻറ്റ്സിന് 3' എൻഡിൽ സിംഗിൾ സ്റ്റാൻഡേർഡ് ടെയിൽ ഉണ്ടാക്കുക. അവിടെ യൂസ് ചെയ്യുന്ന എൻസൈം ഡിയോക്സി ന്യൂക്ലിയോടൈഡൽ ട്രാൻസ്ഫറേസ് ആണ്. ആ പ്രോസസ്സിന് നമ്മൾ ടെയിലിംഗ് എന്ന് പറയും. അവിടെ ടെയിൽ ഉണ്ടാക്കുകയാണ്, അപ്പോൾ ആ പ്രോസസ്സിന് നമ്മൾ പറയുന്നത് ടെയിലിംഗ് എന്ന് പറയും. പിന്നെ അടുത്തത് ലിങ്കർ മോളിക്യൂൾസ്
ക്യാൻ ബി ജോയിൻഡ് ടു ദ കട്ട് എൻഡ്സ്. ലിങ്കർ മോളിക്യൂൾസ് നമുക്ക് ഈ കട്ട് എൻഡ്സിൽ ജോയിൻ ചെയ്യാം. അത്രയാണ് അതിൽ മോഡിഫിക്കേഷൻസ് വരുന്നത്. അപ്പോൾ ഇതാണ് മോഡിഫിക്കേഷൻ ഓഫ് കട്ട് എൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആയിരുന്നു, ഇമ്പോർട്ടൻ്റ് ആണ്. അവരെവിടെയാണ് കട്ട് ചെയ്യുന്നത്? പാലൻഡ്രോമിക് സീക്വൻസിലാണ് കട്ട് ചെയ്യുന്നത്. അവർ നോമൻക്ലേച്ചർ എങ്ങനെയാണ്, ഏതൊക്കെ ടൈപ്പ് ക്ലാസ്സാണ് എൻസൈംസ് ആണ് ഉള്ളത്, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സ്റ്റിക്കി എൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ബ്ലണ്ട് എൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അവരെ ഫങ്ഷൻ എങ്ങനെയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. സോ ഹോപ്പ് യു ഹാവ് ഓൾ അണ്ടർസ്റ്റുഡ്. സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.